ശിവപ്രിയ ജ്യോതിഷാലയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം വിദ്യാവിജയത്തിന് എന്ത് ചെയ്യാം, വിദ്യാവിജയത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ദേശദേവതയുടെ അനുഗ്രഹം ഇവരാദ്യം മേടിക്കണം. ഓരോ സ്ഥലത്തും താമസിക്കുന്നവർക്കും അവരുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രം ഉണ്ടാവും. അതാണ് ആ ദേശത്തിന്റെ ദേവത ഇരിക്കുന്ന ക്ഷേത്രം. അപ്പൊ ആ ദേശദേവതാ സ്ഥാനത്ത് പോയിട്ട് അവിടെ പ്രാർത്ഥന നടത്തി വഴിപാട് നടത്തണം. അപ്പോൾ കുടുംബപരദേവതയോടൊപ്പം തന്നെ ദേശദേവതയുടെ അനുഗ്രഹവും വേണം നമുക്ക്. കുടുംബപരദേവത സ്ഥാനത്ത് വഴിപാട് നടത്തണം, അതുപോലെ തന്നെ ദേശദേവതയുടെ അനുഗ്രഹവും കൂടി ഈ വിദ്യാവിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. പിന്നെ മറ്റൊരു കാര്യം, വിദ്യാവിജയത്തിന് ചെയ്യേണ്ടത് നവഗ്രഹ ദോഷശാന്തി പൂജ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ഓരോരുത്തരുടെയും പക്കപ്പിറന്നാളിന് ആണ്ടിനല്ല, ഈ ഓരോ മാസത്തിലും വരുന്ന പക്കപ്പിറന്നാളിന് അന്ന് അവരുടെ നക്ഷത്രത്തിന്റെ അന്ന്, ഓരോ മാസത്തിലും വരുന്ന അവരുടെ നക്ഷത്രത്തിന്റെ അന്ന് ഈ നവഗ്രഹ ദോഷശാന്തി പൂജ, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കൂടാതെ കൃഷ്ണന് 7 വ്യാഴാഴ്ച ദർശനം നടത്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ്. കൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തി 7 വ്യാഴാഴ്ച അടുപ്പിച്ച് ദർശനം നടത്തുന്നത് നല്ലതാണ്. കൃഷ്ണന് വെണ്ണ നിവേദിക്കണം, തുളസിമാല ചാർത്തണം, വിദ്യാരാജഗോപാല മന്ത്രാർച്ചന ചെയ്യണം. വിദ്യാരാജഗോപാല മന്ത്രാർച്ചന ചെയ്താൽ കൃഷ്ണന് പ്രീതികരമായിരിക്കും, നിങ്ങളുടെ വിദ്യാവിജയത്തിന് അത് ഉപകരിക്കും. അതുകൂടാതെ കൃഷ്ണന് പാൽപായസ നിവേദ്യം നടത്തുന്നതും നല്ലതാണ്. കൃഷ്ണന് പാൽപായസ നിവേദ്യം. ഇതുകൂടാതെ ഭദ്രകാളിക്ക് 7 വെള്ളിയാഴ്ച കാളി സൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും വിദ്യാവിജയത്തിന് വളരെ നല്ലതാണ്. ഭദ്രകാളിക്ക് 7 വെള്ളിയാഴ്ച കാളി സൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം. ഒരു വെള്ളിയാഴ്ച ദേവിക്ക് കടും പായസവും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതുകൂടാതെ തടസ്സങ്ങൾ മാറ്റിത്തരുന്ന ദേവനുണ്ടല്ലോ നമുക്ക്, ഇല്ലേ? അതാരാണ്? ഗണപതി ഭഗവാൻ. അപ്പൊ ഗണപതി ഭഗവാന് ത്രിമധുരം നിവേദിച്ചിട്ട് ചെറിയ വഴിപാട്, ത്രിമധുരം നിവേദിക്കാം, കർഗമാല ചാർത്താം. ഗണപതി ഭഗവാന് കർഗമാല ചാർത്തി വിഘ്നഹര പുഷ്പാഞ്ജലി നടത്തണം. അതായത് വിഘ്നങ്ങൾ മാറ്റിത്തരുന്ന പുഷ്പാഞ്ജലി, അതാണ് വിഘ്നഹര പുഷ്പാഞ്ജലി. അത് നടത്തണം. കൂടാതെ നാളികേരം ഉഴിഞ്ഞടിക്കണം. തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയാണല്ല പ്രശ്നം, ഇല്ലേ? നാളികേരം ഉടക്കുന്നത്. അപ്പൊ നാളികേരം ഉഴിഞ്ഞ് അവന്റെ ദോഷങ്ങളെല്ലാം മാറ്റിത്തരണേ ഗണപതി ഭഗവാനെ, എന്നിലുള്ള ദുരിതങ്ങളും ദോഷങ്ങളും മാറ്റിത്തരണേ ഗണപതി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നാളികേരം അവനെ ഉഴിഞ്ഞെടുത്തിട്ട് അടിക്കുക. അപ്പൊ ഈ വിദ്യാവിജയത്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വളരെ നല്ലതാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.